റാം നാരായണ റാം. ജനങ്ങൾ പലപ്പോഴും പറയുന്നു, ഏതോ ഒരാളിന് സനാതന ധർമ്മമുണ്ട്, മറ്റൊരാളിന് മുസ്ലിം ധർമ്മമുണ്ട്, ആരോ മറ്റൊരാളിന് ക്രിസ്തീയ ധർമ്മമുണ്ട് എന്ന്. എന്നാൽ ധർമ്മം ശരിക്കും വേരുകൾ വേർതിരിക്കാൻ കഴിയുന്ന ഒരു വസ്തുവോ? ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെയും ധർമ്മ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും തങ്ങളുടെ വിധേയമായ ധർമ്മത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, തങ്ങളുടെ ധർമ്മം പാലിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആലോചിക്കേണ്ടത് എന്തെന്നാൽ, നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുന്നവരാണോ അതോ ധർമ്മം നമ്മളെ രക്ഷിക്കുന്നവനോ എന്നതാണ്. ഇന്നത്തെ മാറുന്ന സാഹചര്യങ്ങളെ ശ്രദ്ധിച്ചാൽ ദൈവം പോലും ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെടും. ഇന്ന് മനുഷ്യൻ ഏതു വഴിയിൽ നടക്കുകയാണ്? നാം അംഗീകരിക്കേണ്ടത് ഇന്ന് സമൂഹത്തിൽ എവിടെയും സമത്വമില്ല എന്നതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് ജാതി പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്നത് ആണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നപ്പോൾ നമ്മളെല്ലാം ഒരേപോലെ ജനിച്ചു, ഒരേ പ്രക്രിയയിലൂടെ ജനിച്ചു. ഒരേ നിറത്തിലുള്ള രക്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. എങ്കിലും എങ്ങനെ വേർപെടുത്തപ്പെട്ടു? ആരാണ് നമ്മെ വേർതിരിച്ചത്? ഇന്നെ തന്നെ നാം ഇവിടെ ഇരിക്കുന്നു. ചിലർ നമ്മളെക്കാൾ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു, ചിലർ താഴെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടത് നമ്മുടെ ചിന്താരീതിയെ മാറ്റലാണ്. സമൂഹത്തിൽ വ്യാപിക്കുന്ന ജാതീയതീതത്വത്തെ വേരിൽ നിന്നും നശിപ്പിക്കണം. ജാതി പേരിൽ പരസ്പരം പോരാടുന്നവർക്ക് സാധാരണ ജനങ്ങൾ സന്തോഷവാന്മാരാണോ? മറുപടി പൂർണ്ണമായും ഇല്ലയാണ്. ഓരോ മനുഷ്യനും സമാധാനം, ശാന്തി ആഗ്രഹിക്കുന്നു, മനസ്സിനൊരു സമാധാനം, കൂടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ധർമ്മനാമത്തിൽ നടക്കുന്ന ഈ കളികളിൽ ഉടൻ തടയണം. നമ്മുടെ ധർമ്മം ഇങ്ങനെയൊക്കെ ഭിന്നമാകാൻ ഇളകുമോ? ആരേലും കൂടിക്കൂടിയാൽ ഒറ്റ തൊട്ടാൽ അത് കുരുങ്ങുമോ? അത്തരം ധർമ്മം ധർമ്മമല്ല. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം, ഇതെങ്ങനെ അവസാനിപ്പിക്കണം? അതിനായി നമ്മൾ മനുഷ്യവാസ്തവത്തെ കൈപ്പിടിക്കണം. മനുഷ്യവാസ്തവത്തെ പിടിച്ചെടുത്താൽ പരസ്പര ആത്മാക്കളുമായി ബന്ധപ്പെടുകയും പരസ്പര ആശ്രയം ആവുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. റാം നാരായണ റാം വഴി സമൂഹത്തിൽ പ്രചരിക്കുന്ന നെഗറ്റീവ് എനർജിയെ എല്ലായ്പ്പോഴും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതുവഴി സമൂഹത്തിൽ ഇരുണ്ടിത്തടകൾ നീക്കം ചെയ്യപ്പെടും, ജാഗ്രതയുടെ വെളിച്ചം വ്യാപിക്കും. റാം നാരായണ റാം കൊണ്ട് ബന്ധപ്പെട്ടു ജനങ്ങളുടെ ജീവിതം വിജയകരമാകുന്നു. അവർ സ്ഥിരമായി വിജയം നേടുന്ന വഴി മുന്നേറുകയാണ്. അതുകൊണ്ട് റാം നാരായണ റാം ജപിക്കുകയും ചെയ്യുക. കർമ്മത്തെയും ധർമ്മത്തെയും പറ്റിയുള്ള ആശങ്കകൾ ഒഴിവാക്കുക. ഈ ബീജമന്ത്രത്തോടെ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ കർമ്മവും ധർമ്മവും സ്വയം നിങ്ങളുടെ നേട്ടത്തിനായി പ്രവർത്തിക്കും.